Hello everyone, I am Leah and welcome back to my channel. SSLC Chemistry 4th lesson ആയ Production of Metals എന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ചാപ്റ്ററിലെ ഒരു പാർട്ടാണ്. അപ്പൊ നേരത്തെയുള്ള പാർട്ടുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ പാർട്ട് കണ്ടിട്ട് ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കാം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. കഴിഞ്ഞ പാർട്ടുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംപ്യൂരിറ്റീസിൽ നിന്ന് പ്യൂർ മെറ്റൽസിനെ വേർതിരിച്ചെടുക്കുന്നതെന്നായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 3 പ്രോസസ്സാണ് നമ്മൾ പഠിച്ചു. കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അതിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസും എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർസും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫൈനിങ് ഓഫ് മെറ്റൽസിനെ പറ്റിയിട്ടാണ്. റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പൊ റിഫൈനിങ് ഓഫ് മെറ്റൽസ്, വാട്ട് ഈസ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്? യെസ്, the concentrated metals may contain some other metals, metal oxides and some non-metals. Removal of these impurities to get pure metals are known as refining of metals. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത മെറ്റലില് ചിലപ്പോൾ വേറെ മെറ്റൽ കണ്ടന്റ് കാണും. നമുക്കറിയാം, ഒരു മെറ്റലിൽ തന്നെ പല വിധത്തിലുള്ള മെറ്റൽസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ അതിന്റെ ഓർ നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മെറ്റലിന് പലതരത്തിലുള്ള മെറ്റൽ കണ്ടന്റ് കാണും. അതോടൊപ്പം തന്നെ മെറ്റൽ ഓക്സൈഡ്സ് കാണും, പിന്നെ സം നോൺ മെറ്റൽസും കാണും. ഇവയെല്ലാം റിമൂവ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വേണ്ട മെറ്റലിനെ മാത്രം വെളിയിലെടുക്കാം, പ്യൂർ മെറ്റലിനെ മാത്രം വെളിയിലെടുക്കാം. ഈ പ്രോസസ്സിന്റെ പറയുന്ന പേരാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. Depending on the characteristics of metals, different methods are used for refining. നമ്മൾ എല്ലാ പ്രോസസ്സിലും പഠിച്ച പോലെ തന്നെ റിഫൈനിങ്ങിനും കുറെ പ്രോസസ്സുകളുണ്ട്. അതിന്റെ ഓരോ മെറ്റലിന്റെയും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചായിരിക്കും ഏത് പ്രോസസ്സ് യൂസ് ചെയ്ത് റിഫൈൻ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം എന്തെല്ലാമാണ് ആ പ്രോസസ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ റിഫൈനിങ് ഓഫ് മെറ്റൽസിന് മെയിൻലി 3 പ്രോസസ് ആണുള്ളത്: ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇതെല്ലാമാണ് ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പൊ നമുക്ക് എന്താണ് ലിക്വേഷൻ എന്ന് ആദ്യം നോക്കാം. ലോ മെൽറ്റിംഗ് മെറ്റൽസ് സച്ച് ആസ് ടിൻ ആൻഡ് ലെഡ് may contain high melting metals, metal oxides as impurities. അപ്പൊ നമുക്ക് ഇത് കേൾക്കുമ്പോഴേ അറിയാം, ഈ സെന്റൻസ് കേൾക്കുമ്പോഴേ അറിയാം ലിക്വേഷൻ എങ്ങനെയുള്ള മെറ്റൽസിനാണ് യൂസ് ചെയ്യുന്നത്. യെസ്, ലോ മെൽറ്റിംഗ് മെറ്റൽസ് ആയിട്ടുള്ള, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിട്ടുള്ള മെറ്റൽസിനായിരിക്കും ലിക്വേഷൻ യൂസ് ചെയ്യാൻ. അപ്പം ടിന്നും ലെഡും ഒക്കെ അങ്ങനെ അത്തരത്തിലുള്ള മെറ്റൽസ് ആണ്. ഇത്തരത്തിലുള്ള മെറ്റൽസില് ഹൈ മെൽറ്റിംഗ് മെറ്റൽസ് ആയിരിക്കും ഇംപ്യൂരിറ്റീസ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബൈ heating these metals on the inclined surface of a furnace, the pure metals melt off and flows down by remaining the impurities on the surface of the furnace. അപ്പം നമ്മള് ഇത്തരത്തിലുള്ള മെറ്റൽസിനെ ഒരു ഫർണൻസിന്റെ ഇൻക്ലൈൻഡ് സർഫസിൽ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിയുമ്പോ എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് മെറ്റൽസ് എല്ലാം എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്ത് താഴേക്ക് ഒഴുകി വരും. പക്ഷേ ഹൈ മെൽറ്റിംഗ് ആയിട്ടുള്ള മെറ്റൽസ് എല്ലാം എന്ത് ചെയ്യും? അവിടെ തന്നെ റിമൈൻ ചെയ്ത് നമ്മുടെ പ്യൂർ മെറ്റൽ മാത്രം ഒഴുകി വരും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലിക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലിക്വേഷൻ? ലോ മെൽറ്റിംഗ് മെറ്റൽസിനെ റിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ലിക്വേഷൻ എന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യും? ഒരു ഇൻക്ലൈൻഡ് സർഫസ്, ചരിവുള്ള ഒരു ഫർണസിന്റെ സർഫസിൽ നമ്മൾ ഈ മെറ്റലിനെ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്യൂർ മെറ്റൽ മെൽറ്റ് ആയി ഒഴുകി താഴേക്ക് വരും. ഇംപ്യൂരിറ്റീസ് എല്ലാം ആ ഫർണസിന്റെ സർഫസിൽ റിമെയിൻ ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലിക്വേഷൻ. അടുത്ത പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ. This method is used for the refining of metals with a low boiling point such as zinc, cadmium and mercury. ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽസ് ആണെങ്കിലാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഏതെല്ലാമാണ് ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽസ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇവയുടെ എല്ലാം ബോയിലിംഗ് പോയിന്റ് കുറവാണ്. When the impure metal is heated,
ദ പ്യുവർ മെറ്റൽ അലോൺ വേപ്പറൈസസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇംപ്യൂർ ആയിട്ടുള്ള ആ മെറ്റൽ എടുത്ത് ഹീറ്റ് ചെയ്ത സമയത്ത് പ്യുവർ മെറ്റല് വേപ്പറൈസ് ചെയ്യും. എന്നിട്ട് ഈ വേപ്പറൈസ് ചെയ്ത പ്യുവർ മെറ്റലിനെ നമ്മൾ കണ്ടൻസ്ഡ് ചെയ്ത് എന്താക്കും, നമ്മുടെ പ്യുവർ മെറ്റലിനെ നമ്മൾ വേർതിരിച്ച് എടുക്കും. വേപ്പറൈസ് ചെയ്ത മെറ്റലിനെ കണ്ടൻസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്യുവർ മെറ്റലിനെ എടുക്കുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്റ്റിലേഷൻ. അപ്പൊ എന്താണ് ഡിസ്റ്റിലേഷൻ? റിഫൈനിങ് ഓഫ് മെറ്റലില് ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റലിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ പ്യുവർ മെറ്റൽ എല്ലാം ഹീറ്റ് ആയി പോകും, അതായത് വേപ്പറൈസ് ആവും. എന്നിട്ട് ഈ വേപ്പറൈസ് ചെയ്ത പ്യുവർ മെറ്റലിനെ നമ്മൾ കണ്ടൻസ്ഡ് ചെയ്ത് നമ്മുടെ പ്യുവർ മെറ്റലിന് അങ്ങനെ നമുക്ക് ആ പ്യുവർ മെറ്റൽ കിട്ടും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്റ്റിലേഷൻ. ഇനി ഒരു പ്രോസസ്സും കൂടിയുണ്ട്, അതാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. Electrolytic refining is the process of refining a metal by the electrolysis of a solution of the salt of the metal using a small piece of pure metal as the negative electrode and the impure metal as the positive electrode. Copper can be refined by this method. അപ്പൊ എന്താണ് ഇലക്ട്രോലൈസിസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നോക്കിയേ എല്ലാവരും. അവിടെ കോപ്പർ ആണ് നമുക്ക് വേണ്ടത്, ലഭിക്കേണ്ടത് കോപ്പർ ആണ്, പ്യുവർ കോപ്പർ ആണ്. നമ്മളപ്പോ എന്ത് സൊല്യൂഷൻ ആണ് എടുക്കേണ്ടത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഏത് മെറ്റൽ ആണോ വേണ്ടത് അതിന്റെ സൊല്യൂഷൻ എടുക്കുക. ആ സൊല്യൂഷൻ എടുത്തിട്ട് പ്യുവർ മെറ്റലിനെ നെഗറ്റീവ് ടെർമിനലിലും എന്ന് വെച്ചാൽ കാഥോഡ്, പ്യുവർ മെറ്റലിനെ കാഥോഡിലും അതിന്റെ ഇമ്പ്യൂർ ആയിട്ടുള്ള പല മെറ്റലൊക്കെ ചേർന്നിരിക്കുന്ന കോപ്പറിനെ അതിന്റെ പോസിറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്യാം. ആ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, നെഗറ്റീവ് ടെർമിനലില് പ്യുവർ കോപ്പറും പോസിറ്റീവ് ടെർമിനലില് ഇമ്പ്യൂർ കോപ്പറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ അവിടെ ഇലക്ട്രോലൈസിസ് നടത്തുകയാണ്. എന്താണ് ഇലക്ട്രോലൈസിസ്? കറണ്ട് പാസ് ചെയ്യാണ്. ആ സൊല്യൂഷനിലൂടെ, അതിന്റെ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷനിലൂടെ നമ്മൾ കറണ്ടിനെ പാസ് ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ പ്യുവർ മെറ്റലിനെ നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ പ്രോസസ്സാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ ഇത്രേ ഓർത്താൽ മതി, പ്യുവർ മെറ്റലിനെ നെഗറ്റീവ് ടെർമിനലിലും ഇംപ്യുവർ മെറ്റലിനെ പോസിറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്യുന്നു. നമ്മൾ എന്തിന്റെ ഇതാണോ എടുക്കുന്നത് അതിന്റെ സൊല്യൂഷൻ തന്നെ എടുക്കുന്നു, അവിടെ ഇലക്ട്രോലൈസിസ് നടത്തുന്നു. ഈ പ്രോസസ്സാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പൊ അത് ഇത്ര എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അവിടെ 3 ഓപ്ഷൻ ചോദിക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തതിന് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.